പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ആശംസകൾ. ഇന്ന് നമ്മൾ മടിയന്റെ കൈ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വചനം പറയുന്നു. അതെ, കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് അനേകം പേർ തങ്ങളുടെ മടി കാരണം കർത്താവ് നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ കഴിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. എല്ലാവർക്കും തങ്ങൾക്ക് നല്ല ജോലി, നല്ല ശമ്പളം, ആഡംബരമായ ജീവിതം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം എല്ലാം നൽകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അത് നല്ല രീതിയിൽ തേടുന്നവരാണ് ആ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നത്. എന്നാൽ മടി പിടിച്ചിരിക്കുന്നവർ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർ അനുഗ്രഹിക്കുന്നത് കാണുന്നു എന്നല്ലാതെ ഇതെല്ലാം അനുഭവിക്കാൻ കഴിയാത്ത ഒരു ദൗർഭാഗ്യത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ഇതാണ് സദൃശവാക്യങ്ങൾ 21-25 മടിയന്റെ കൊതി അവന് മരണഹേതു, വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മടി ഉപേക്ഷിച്ച് ശ്രദ്ധയോടെ അധ്വാനിക്കാൻ തീരുമാനിക്കുക. കർത്താവ് നമുക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ചേച്ചി, എന്തേ പണം കൊടുത്തോ? വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്തോണ്ട് പുറത്തു കണ്ടു കൊടുത്തു അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. പിന്നെ ഈ വീട്ടിൽ എനിക്ക് എന്ത് സ്ഥാനമാ ഉള്ളത്? വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ. ഞാൻ ആർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളെങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? ഇതാ നോക്ക്, നീ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് സാരമില്ല. ഞാനിപ്പോ പറയുന്നത് സത്യമാ. ഇത്രയും പ്രായമായതിനു ശേഷം ഞാനെന്തിനാ നിന്നോട് മറയ്ക്കുന്നത്? അതെ അതെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാനെന്താ പൊട്ടിയെന്ന് കരുതിയോ? എന്താ ചേട്ടാ, സുഖമായിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു ജ്യോതി. എന്റെ ഏട്ടൻ നീ പറയുന്നതേ കേൾക്കും തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അങ്കിൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ മാത്രം ഞാൻ പറയാറുണ്ട്, അത്രേ ഉള്ളൂ. എന്റെ കാര്യവും ഏട്ടൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താ ആലോചിക്കുന്നു ജ്യോതി? ഒന്നുമില്ല. അത് വെറുതെ. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്നോട് എന്തോ പറയാൻ വന്നാണ്. അല്ല, ചേട്ടൻ അങ്കിളിന്റെ അടുത്തുനിന്ന് പണം വാങ്ങാറില്ലേ? അതുകൊണ്ട് കുറ്റബോധമൊന്നുമില്ലേ? ചേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ഞാൻ. പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അങ്ങനെയൊന്നും കരുതില്ല. കാരണം എന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞാൻ എന്റെ നല്ല പ്രായത്തില് എന്റെ ഏട്ടനോട് കാശ് വാങ്ങി ശീലിച്ചു പോയി. വീട്ടിലെ ഒരു കാര്യവും ഞാൻ നോക്കില്ല. എല്ലാം എന്റെ ഏട്ടനാ ചെയ്യാ. ഞാൻ എന്റെ മക്കൾക്ക് സ്വത്തും മുതലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. അത് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ എന്റെ മക്കൾ എന്നെ നോക്കിയില്ല ജ്യോതി. എന്റെ മക്കള് അവരുടെ ഭാര്യയുടെ വാക്ക് കേട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത് തന്നെ. ഇന്നത്തെ എന്റെ ഈ അവസ്ഥ ഞാൻ ആരോട് പോയി പറയാനാ? അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ വന്ന് കണ്ട് എന്തേലും സഹായം വാങ്ങിച്ചിട്ട് പോകുന്നത്.
എന്റെ ഏടത്തിക്ക് അത് ഇഷ്ടമല്ല ജ്യോതി. ദാ ഏട്ടനാ വിളിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം. ശരി ചേട്ടാ. എന്താ അങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോ അങ്ങനൊക്കെ പോകുന്നു മോളെ. അങ്കിൾ എന്താ ഇന്ന് ഇങ്ങനെ പറയുന്നത്? ഞാൻ ഒരിക്കൽ പ്രശ്നത്തിലായപ്പോ എനിക്കൊരു തണലായി നിന്ന് ആശ്വസിപ്പിച്ചത് അങ്കിളല്ലേ? അങ്കിൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്ത് ചെയ്യാനാ മോളെ, സാഹചര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ. എൻ്റെ ഭാര്യയെ ഓർത്ത് വ്യാകുലപ്പെടണോ അതോ എൻ്റെ അനുജനെ ഓർത്ത് ദേഷ്യപ്പെടണോന്ന് എനിക്കറിയില്ല. അവനിപ്പോൾ കഷ്ടപ്പെടുക. പക്ഷേ ഞാൻ അവനെ സഹായിച്ച അതെൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവനെ ഒന്ന് ഉപദേശിച്ചിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനത് കേൾക്കുന്ന ലക്ഷണവുമില്ല. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ആരുടെ കൂടെ നിൽക്കാനാ? ആരെയാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിളിന് അനിയനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് അങ്കിൾ. എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും. ആ വിശ്വാസത്തിലാണ് ദേവസന്നിധിയിലേക്ക് ഞാൻ വന്നത്. ശരി മോളെ, നീ പൊയ്ക്കോ. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വരാം. ശരി അങ്കിൾ. എന്താ ചേട്ടാ, ഇപ്പൊ എന്താ അവസ്ഥ? എന്തവസ്ഥ? എനിക്ക് മനസ്സിലായില്ല. നീയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നന്നായി ജീവിച്ചിരുന്ന ആളാ. ഇപ്പൊ ചേട്ടന്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിസിനസ്സിലും പ്രോഗ്രസ് ഒന്നുമില്ല. ശരിയല്ലേ? എന്തുകൊണ്ടാ ഇങ്ങനെ ആയതെന്ന് എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനായി എന്തെങ്കിലും പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. സദൃശവാക്യങ്ങൾ 10, 4, 5 എന്താണ് പറയുന്നതെന്നറിയാമോ? മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അനുഗ്രഹങ്ങൾ കുറയാനുള്ള ഒരു കാരണം മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അതെങ്ങനെ ചെയ്യുന്നു എന്നത് പ്രധാനമല്ലേ? ഉത്സാഹത്തോടെ ജോലി ചെയ്യണം. നമ്മുടെ ജോലി അരമനസ്സോടെ മടിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ദരിദ്രനായി തീരും. ചിലരൊക്കെ ജോലി ചെയ്യാനും കഠിനമായി അധ്വാനിക്കാനും ഇഷ്ടമല്ലാതെ ആർക്കോ വേണ്ടി ജോലി ചെയ്യാറുണ്ട്. അവരുടെ ജീവിതത്തിൽ എങ്ങനെ അനുഗ്രഹമുണ്ടാകും? ചേട്ടൻ എങ്ങനെ അധ്വാനിക്കുന്നത്? ചോദിക്കാൻ പാടില്ലാത്തതാ, എങ്കിലും എത്ര നാളെന്ന് വെച്ചാ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക? ചേട്ടന്റെ കൈ മടിയന്റെ കൈയാണോ അതോ ഒരു ഉത്സാഹിയുടെ കൈയാണോ? ആലോചിച്ചു നോക്കൂ. അവസാനം എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയല്ലേ? ഇതുകൊണ്ടാണ് എന്റെ ഏട്ടൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. ചേട്ടനും ഒന്ന് മാറാൻ പരിശ്രമിച്ചാൽ നന്നായിരിക്കും. പ്ലീസ്. സന്തുഷ്ട കുടുംബം.
എന്തുകൊണ്ട് ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങളുടെ കുടുംബ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി അനിത ബാനു അവർകൾ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസത്തോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പരിപാടി കാണുന്ന നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം ഒരു മടിയന്റെ കൈ എന്ന തലക്കെട്ടിൽ നമ്മുടെ വേദപുസ്തകത്തിൽ നിന്നും ധ്യാനിച്ച് അതിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു മടിയന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നറിയാമോ? നിൽക്കാൻ പോലും നേരം കാണില്ല, ചെയ്യാൻ ജോലിയും കാണില്ല. ഇതാണ് ഒരു മടിയന്റെ ജീവിതം. നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചാൽ എങ്ങനെയായിരിക്കും? യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ജീവിതം. മടിയന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കും. അതാണ് ഒരു മടിയന്റെ ജീവിതം. മറ്റുള്ളവർക്ക് കാണാൻ തന്നെ എന്തോ പോലെയായിരിക്കും. അതാണ് ഒരു മടിയന്റെ ജീവിതം. അതായത് ഒരു ടീച്ചറിന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു വലിയ വ്യവസായ പ്രമുഖനെ പോലെയായിരുന്നു കാണാൻ. അതായത് നല്ല അലക്കി തയ്ച്ച വസ്ത്രം ധരിക്കും, അതുപോലെ ആളെ കണ്ടാലും നല്ല ജൈജാന്റിക് ആയിരിക്കും. പക്ഷേ ഒരു ജോലിയും ചെയ്യില്ല, എപ്പോഴും വീട്ടിൽ കിടന്ന് ഉറക്കം തന്നെ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ടീച്ചർ. നമുക്ക് ആ ടീച്ചറിനെ കണ്ടാൽ വളരെ സഹതാപം തോന്നും. വീട്ടിലെ കാര്യങ്ങളും അവർ തന്നെ നോക്കണം, അത് കഴിഞ്ഞ് അവർക്ക് ജോലിക്കും പോകണം, കുടുംബ ചെലവ് മുഴുവൻ അവർ നോക്കണം. ആ ടീച്ചറിന്റെ ഹസ്ബൻഡ് യാതൊരു ജോലിയും ചെയ്യില്ല, ഒരു സ്ഥലത്തേക്കും പോകില്ല. പക്ഷെ നല്ലോണം ഡ്രസ് ചെയ്യും, നല്ലോണം കഴിക്കുകയും ചെയ്യും, നല്ലോണം ഉറങ്ങി എഴുന്നേൽക്കുകയും ചെയ്യും. എന്താണ് പ്രയോജനം? എന്ത് ജീവിതമാണിത്? ഇദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ടീച്ചറിനോട് ചോദിച്ചാൽ പറയും, ഞാൻ എന്ത് ചെയ്യാനാ, എന്തു പറഞ്ഞിട്ടും പ്രയോജനമില്ല, അദ്ദേഹത്തെ മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയും. ഇതാണ് ഒരു മടിയന്റെ ജീവിതം. ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരെക്കുറിച്ച് ബൈബിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മടിയന്റെ കൈ വേല ചെയ്യുവാൻ മടിക്കുന്നുവല്ലോ. അതായത് മടി പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൈ ജോലി ചെയ്യാൻ സമ്മതിക്കുകയേ ഇല്ല എന്ന്. കർത്താവ് എന്താണ് പറഞ്ഞത്? നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും ഞാൻ നിനക്ക് അനുഗ്രഹം കൽപ്പിച്ചരുളും എന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. നീ നിന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആദി മനുഷ്യനായ ആദാമിന് പോലും കർത്താവ് ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് വിടുമ്പോൾ, നീ ഈ തോട്ടം ഉപയോഗിക്കണം, പരിപാലിക്കണം എന്ന് പറഞ്ഞാണ് ആ തോട്ടത്തിൽ കൊണ്ടുവന്ന് വിട്ടത്. ഈ തോട്ടത്തിൽ ധാരാളം പഴങ്ങളുണ്ട്, നീ വേണ്ടതൊക്കെ പറിച്ചു തിന്നിട്ട് കിടന്നുറങ്ങിക്കോ എന്നാണോ പറഞ്ഞത്? അല്ല, ഈ തോട്ടം നീ ഉപയോഗിക്കണം, പരിപാലിക്കണം എന്നാണ് പറഞ്ഞത്. ആദാമിന് തന്നെ കർത്താവ് കൊടുത്തത് ജോലിയാണ്. ആ ജോലി നമ്മൾ എങ്ങനെ ചെയ്യണം? ഇവിടെ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 10:4 വായിച്ചു നോക്കൂ. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. അപ്പോൾ മടിയുള്ള കൈകൊണ്ട് നീ ജോലി ചെയ്താലും നീ എങ്ങനെയായിത്തീരും? ദരിദ്രനായി തീരും. പണക്കാരനാകാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നോ? മടിയനാണ്. മടിയന്റെ കൈകൊണ്ട് ജോലി ചെയ്താൽ കർത്താവിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. കർത്താവ് പറയുന്നത്, നീ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നാണ്. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിച്ചാൽ കർത്താവിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. നീ ദരിദ്രനായി തന്നെ ഇരിക്കും. ഞാനല്ല പറയുന്നത്, ഈ വേദവാക്യം പറയുന്നു. എന്നാൽ ഉത്സാഹത്തോടെ ജോലി ചെയ്താൽ കർത്താവ് പറയുന്നു അത് സമ്പത്തുണ്ടാക്കും എന്ന്. അതാണ് ബൈബിളിൽ പറയുന്നത്. ഞാൻ ഇവിടെ എത്ര അധ്വാനിച്ചാലും എന്താണ് എന്റെ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്തത്? എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതാണ് മടി. മടിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത്, യാതൊരു ഉത്സാഹവുമില്ല. എന്തോ വന്നു, ജോലി ചെയ്യണമല്ലോ, ചെയ്തല്ലേ പറ്റൂ, ചെയ്യാതെ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി എങ്ങനെയുണ്ടാവും? നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് കർത്താവിൽ നിന്ന് നമുക്ക് അനുഗ്രഹം സ്വന്തമാക്കാൻ പറ്റാതെ പോകുന്നത്. ധാരാളം പേർക്ക് അനുഗ്രഹം നഷ്ടപ്പെടാനുള്ള കാരണം, ഒരു ആക്റ്റീവായി, നമ്മളൊരു ബ്രിസ്ക് ആയിട്ട് ഈ ജോലി എത്രയും പെട്ടെന്ന് തീർക്കണം, ഇങ്ങനെ തീർക്കണം, ഈ ടാർഗറ്റ് തീർക്കണം, ഇത്ര ദിവസത്തിനകം തീർക്കണം, അങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുപോലും ഇല്ലാതെ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, വന്നുപോയില്ലേ, ഇത് ചെയ്തേ പറ്റൂ, ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ യാതൊരു മുന്നേറ്റവുമില്ലാതെ ദരിദ്രനായി തന്നെ ഇരിക്കുന്നത്, ഒരു ഐശ്വര്യമില്ലാതിരിക്കുന്നത്, ഒരു അനുഗ്രഹമില്ലാതിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒന്നാമതായി ഒരു ഉത്സാഹമില്ലാതെ ജോലി ചെയ്യുന്നത്. രണ്ടാമതായി കർത്താവ് ബൈബിളിൽ മറ്റൊരു വചനത്തിൽ പറയുന്നത്, സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ
മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കണ്ടില്ലേ, ഉറക്കം വേണ്ടത് തന്നെ. ഉറക്കം ഒരു മനുഷ്യന് ആവശ്യമാണ്, അല്ലേ? നമുക്ക് ക്ഷീണം വരുമ്പോൾ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങാനും ഒരു സമയമുണ്ട്, ഒരു നേരമുണ്ട്, ഒരു സമയമുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങും. നമുക്ക് റെസ്റ്റ് വേണം, ശരിയാണ്, വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ചിലരുടെ കാര്യമെടുത്താൽ വന്നിരിക്കുമ്പോ തന്നെ ഉറങ്ങും. ജോലിക്ക് വന്നിരുന്നിട്ട് ഉറങ്ങും, ഇരിക്കുന്നിടത്ത് തന്നെ ഉറങ്ങും, ബസ്സിൽ കയറി ഇരുന്നാൽ ഉറങ്ങും, എവിടെ പോയിരുന്നാലും ഉറങ്ങും, പള്ളിയിൽ പോയിരുന്നിട്ട് ഉറങ്ങും. എവിടെ പോയിരുന്നാലും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഉറക്കം നിങ്ങൾക്ക് അനുഗ്രഹം കൊണ്ടുവരുമോ? ചിന്തിച്ചു നോക്കൂ. രാവിലെ ആണെങ്കിൽ സമയത്തിന് എഴുന്നേൽക്കില്ല. കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ചടപടേന്ന് എഴുന്നേറ്റ് ജോലിക്ക് പുറപ്പെടുന്നു. അവിടെ പോയിട്ടും സന്തോഷത്തോടെ ജോലി ചെയ്യുന്നില്ല, യാതൊരു ഉത്സാഹവുമില്ലാതെ ജോലി ചെയ്യുക. ഇവരെക്കുറിച്ച് ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? സദൃശവാക്യങ്ങൾ 26:14 വായിച്ചു നോക്കൂ. കതക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു എന്ന് പറയുന്നു. കണ്ടില്ലേ എന്തൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന്? ഇങ്ങനെ കാലും നീട്ടിയിരുന്ന് ഞെളിഞ്ഞു പിരിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ഈ മടി അയാളെ വിട്ടു പോകുമോ? ആ ദിവസം മുഴുവനും അങ്ങനെയായിരിക്കും, അയാളുടെ ജീവിതം മുഴുവനും അങ്ങനെയായിരിക്കും. പെട്ടെന്ന് എഴുന്നേൽക്കുക, ഉത്സാഹത്തോടെ ജോലി ചെയ്യുക. അങ്ങനെ ചെയ്യാതെ മടി പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചാൽ എന്തൊരു ജീവിതമാണത്? ആലോചിച്ചു നോക്കൂ. ഒരു ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുപോയി ഒരു ജോലി ചെയ്യാൻ പോകുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഉത്സാഹം വേണം. മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കർത്താവിന് ഒരിക്കലും സാധിക്കുകയില്ല. ഈ മടി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്ത് കൊണ്ടുവരുമെന്നോ? ഉറക്കം കൊണ്ടുവരും. ഈ ഉറക്കം മനുഷ്യന് എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ സദൃശവാക്യങ്ങൾ 23:21 വായിച്ചു നോക്കൂ. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. കണ്ടില്ലേ, ഉറക്കം തൂങ്ങിയാൽ പഴന്തുണി ഉടുക്കേണ്ടി വരും. അനുഗ്രഹം കൊണ്ടുവരുമോ അത്? ഉറങ്ങിക്കൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്റെ പരിചയത്തിൽ ഒരാളെക്കുറിച്ച് പറയാം. അദ്ദേഹം നന്നായി ജോലി ചെയ്യുന്നയാളാണ്. എന്നാൽ എപ്പോ നോക്കിയാലും ഉറക്കം. കാഷ്യറിന്റെ ചെയറിൽ ഇരിക്കുമ്പോഴും ഉറങ്ങും. അദ്ദേഹം ഒരു കടയുടെ മുതലാളിയാണ്. കാഷ്യറിന്റെ ചെയറിലിരുന്ന് ഉറങ്ങിയാൽ എങ്ങനെ ആ ബിസിനസ് മുന്നോട്ട് പോകും അറിയില്ലേ? അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുമെന്ന്. കടയിലേക്ക് വരുന്നവരൊക്കെ തട്ടി വിളിച്ച് അദ്ദേഹത്തെ ഉണർത്തി, മുതലാളി ഈ സാധനം വേണം, അത് വേണം, ഇത് വേണമെന്ന് ചോദിക്കുമെന്ന്. എന്തെങ്കിലും വേണമെങ്കിൽ ആരെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ലെന്ന്. ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് കടയും തുറന്നു വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് അനുഗ്രഹവും ഉയർച്ചയും കിട്ടും? അപ്പൊ ആ അനുഗ്രഹത്തിന് തടസ്സം ആരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഉറക്കം പഴന്തുണി ഉടുക്കുമാറാക്കും. ഉറക്കം ഒരിക്കലും അനുഗ്രഹം നൽകില്ല. മൂന്നാമതായി നിങ്ങൾ നോക്കൂ. ഇവിടെ സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിലെ 13-ാം വാക്യം, ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഉറക്കം നിങ്ങളെ എവിടെ എത്തിക്കുമെന്ന്? ദരിദ്രനായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ദരിദ്രനാകും എന്ന്. ഉറക്കം തൂങ്ങി എപ്പോ നോക്കിയാലും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. ജോലി ചെയ്യാൻ മനസ്സില്ല, അധ്വാനിക്കാൻ മനസ്സില്ല. ഉറക്കം, എപ്പോഴും ഉറക്കം. മടിയനാണ്. ഇന്ന് കർത്താവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളും ഇന്ന് എന്തോ ഒരുതരം മടി കാരണം ജോലി ചെയ്യാൻ മനസ്സില്ലാതെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുമോ? ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? മടിയന്മാരെ ആരെങ്കിലും അവരെ അംഗീകരിക്കുമോ? ഇങ്ങനെ മടിയന്മാരായിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണ്? കുടുംബത്തിന് എന്തെങ്കിലും അനുഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് നീ തന്നെ അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? എല്ലാരും നിന്നെ ചീത്ത പറയില്ലേ? നിന്നെ വെറുക്കുകയില്ലേ? പലരും കുറ്റപ്പെടുത്തില്ലേ? അതിന് കാരണം ആരാണ്? നമ്മൾ തന്നെയല്ലേ? നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ? നമ്മൾ മടിയന്മാരായിരിക്കുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി പറയുന്നത്, ഉത്സാഹം വേണമെങ്കിൽ ഉറുമ്പിനെ കണ്ട് എങ്ങനെ ഉത്സാഹത്തോടെ ഇരിക്കണമെന്ന് പഠിക്ക്. അങ്ങനെ ബൈബിൾ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. ആ ഒരു ചുറുചുറുക്കും ഉത്സാഹവും നമുക്കുണ്ടായിരിക്കണം. അനുഗ്രഹം നമ്മൾ നേടണം. ഈ ഉറക്കത്തിന് നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കരുത്. നിങ്ങൾ എത്ര നേരമെന്ന് വെച്ചാണ് ബെഡിൽ കിടന്നുകൊണ്ടേയിരിക്കുക? എത്ര നേരം കിടന്നുറങ്ങാൻ പറ്റും? എപ്പോഴാണ് നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക? നീ കണ്ണു തുറക്കാൻ നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. ദാരിദ്ര്യം. എപ്പോഴും ഉറങ്ങിയാൽ ദരിദ്രനായിത്തീരും. പഴന്തുണി ഉടുക്കേണ്ടി വരും. നിങ്ങൾക്കൊരിക്കലും ഉയർച്ച ഉണ്ടാകാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ മടിയാണ്. ഇന്ന് കർത്താവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ കുറേ പേർ ജീവിച്ചു വരുന്നുണ്ട്, യാതൊന്നിനും പ്രയോജനമില്ലാത്തവർ. അവർക്ക് പോലും ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. കുടുംബത്തിന് പ്രയോജനമില്ലാതെ, ആർക്കും തന്നെ പ്രയോജനമില്ലാതെ. അങ്ങനെ ഒരു ജീവിതം, ഇത്തരം ഒരു ജീവിതം കർത്താവിനും ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ളവരും അത് ഇഷ്ടപ്പെടില്ല, സമൂഹവും അത് ഇഷ്ടപ്പെടില്ല. ആർക്കും തന്നെ അത് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു ജീവിതം നയിക്കാനാണോ നമ്മൾ ഈ ലോകത്ത് ജനിച്ചത്? വളരുന്നതും ജീവിക്കുന്നതും അതിനാണോ അവൻ നമ്മെ സൃഷ്ടിച്ചത്? ആലോചിച്ചു നോക്കൂ. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്?
ആദിമനുഷ്യനായ ഹവ്വയെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ ജോലി ചെയ്യാൻ പറഞ്ഞു. ജോലി ചെയ്യണം, ഉത്സാഹത്തോടെ ജോലി ചെയ്യണം. അതിനാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത്. നെറ്റിയിൽ നിന്നും വിയർപ്പ് ഭൂമിയിലേക്ക് വീഴണം. ജോലി ചെയ്യണം, കഠിനമായി അധ്വാനിക്കണം, പാടുപെടണം. അതിനാണ് നമ്മൾ ഉള്ളത്. അധ്വാനിച്ചു കുടുംബത്തെ പോറ്റണം. നിങ്ങളുടെ മടി ഇന്ന് തന്നെ മാറണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കർത്താവിൽ അഭയം പ്രാപിക്കണം. ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുതരം മടിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിഷമിക്കാതിരിക്കുക. ആ മടി പിടിച്ചിരിക്കുന്ന ശീലം കാരണമല്ലേ എല്ലാവരും നിങ്ങളെ വെറുക്കുന്നത്. ഇന്ന് നിങ്ങളെ കർത്താവിൽ ഭരമേൽപ്പിക്കുക. കർത്താവ് നിങ്ങളെ ഉത്സാഹമുള്ളവരാക്കി തീർക്കുന്നതാണ്. യേശുദേവൻ നിങ്ങളെ മാറ്റും. ഒരേ ഒരു കാര്യം നിങ്ങൾ സ്വയം കർത്താവിന് സമർപ്പിക്കാമോ? കർത്താവേ, എനിക്ക് ഈ മടി വേണ്ട. എപ്പോ നോക്കിയാലും ഉറക്കം വരുന്നു. എനിക്ക് ഇഷ്ടത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല യേശുവേ. ഞാൻ എന്നെ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എനിക്കും ഉത്സാഹം നൽകണേ. എന്റെ ഈ ഉറക്കശീലം മാറ്റിത്തരണം. എനിക്കും എല്ലാവരെയും പോലെ ജോലി ചെയ്യണം, എല്ലാവരെയും പോലെ പഠിക്കണം, എല്ലാവരെയും പോലെ ആയിത്തീരണം, എല്ലാവരെയും പോലെ എനിക്കും ജീവിക്കണം. എനിക്ക് പറ്റുന്നില്ല. കർത്താവെ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങളെ കർത്താവിന്റെ കൈകളിൽ ഭരമേൽപ്പിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഗ്രഹം, ഒരു ഉത്സാഹം, ഒരു ചുറുചുറുക്ക് കർത്താവ് നിങ്ങൾക്ക് നൽകും. അതിലൂടെ നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാരും കണ്ണുകൾ അടച്ച് മുട്ടുകുത്തി നിൽക്കുക. ഒരുപക്ഷേ ഈ മടി എന്ന ശീലം കാരണം ഞാൻ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയാൽ കർത്താവിന്റെ പാദങ്ങളിൽ നിങ്ങൾ സ്വയം സമർപ്പിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കായി ഞങ്ങളും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ മനോഹരമായ വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ. കർത്താവേ, ഈ മടി എന്ന ദുശീലം കാരണം ബാധിക്കപ്പെട്ട ഇന്ന് എത്രയോ പേരുണ്ട് യേശുവേ. കർത്താവേ, ഞാൻ ഒരിക്കലും ഒരു അനുഗ്രഹമല്ലല്ലോ. എല്ലാവരും എന്നെ വെറുക്കുകയാണല്ലോ. എല്ലാവരും എന്നെ പുറന്തള്ളുകയാണല്ലോ. ആരും എന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ ഒരു വേദനയോടെ, ഒരു വിഷമത്തോടെ, ഒരു പ്രശ്നത്തോടെ, ഒരു ദുഃഖത്തോടെ, ഒരു പ്രതീക്ഷയോടെ, തന്റെ കാര്യത്തെക്കുറിച്ച് ആരോടും പറയാനാവാതെ ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് യേശുവേ. ഇന്ന് ആ മക്കൾക്ക് വേണ്ടി അങ്ങയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു യേശുവേ. അവർക്കുള്ള ഈ ബലഹീനതയെ അകറ്റുവാൻ അങ്ങയെ കൊണ്ടേ സാധിക്കൂ യേശുവേ. ഇന്ന് ആരൊക്കെയാണോ അങ്ങയുടെ പാദങ്ങളിൽ വന്ന് സ്വയം സമർപ്പിക്കുന്നത്, എനിക്കും ചുറുചുറുക്കോടെ ജോലി ചെയ്യണം എന്ന് പറയുന്നത്, ഞാനും വളരെ ഉത്സാഹത്തോടെ ജോലി ചെയ്ത് ധാരാളം സമ്പത്തുണ്ടാക്കണം, കർത്താവിന്റെ അനുഗ്രഹം സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് സമർപ്പണ ബോധത്തോടെ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ മേൽ അങ്ങയുടെ കരങ്ങൾ നീട്ടപ്പെടട്ടെ. അങ്ങയുടെ ശക്തി ഇറങ്ങുമാറാകട്ടെ. അങ്ങ് ഇവരെ ഏറ്റെടുക്കണമേ. ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുകയാണ് യേശുവേ. കർത്താവ് ചുമതല ഏറ്റെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി ഭൂമിയിലേക്ക് വന്ന് തന്റെ ശരീരം കുരിശിൽ ബലിയർപ്പിച്ച് ജീവത്യാഗം ചെയ്തില്ലേ യേശുവേ. ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഹായം തേടി അങ്ങയെ വിശ്വസിച്ച് ഈ മക്കൾ വന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവേ. ഇവരെ എല്ലാം അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനായി നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും മറ്റ് ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെയും അതുപോലെ മറ്റന്നാളും സത്യം ടിവിയിലും കംഫർട്ട് ഡിജിറ്റൽ ചാനലിലും അതുപോലെ യേശു വിടുവിക്കുന്നു വെബ്സൈറ്റുകളിലും സംപ്രേഷണം ചെയ്യുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.